കോതമംഗലം കുത്തുകുഴിക്ക് സമീപം കെ.എസ്.ആർ.ടി.സി ബസ് അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ ബസ് ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ വൈദ്യുതി ബന്ധം തകരാറിലായി. കോതമംഗലം കുത്തുകുഴിക്ക് സമീപം വീണ്ടും വാഹനാപകടം. ഇടുക്കി കട്ടപ്പനയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കെ.എസ്.ആർ.ടി.സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കുത്തുകുഴി സെന്റ് ജോസഫ് പള്ളിക്ക് സമീപമുള്ള വളവിലായിരുന്നു സംഭവം. ഈ ബസ് എടുക്കുകയാണെന്ന് ചെയ്തൊക്കെ പോകാൻ വേണ്ടിയിട്ടാണോ? അപകട സമയത്ത് പ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നതിനാൽ ബസ് തെന്നി നിയന്ത്രണം നഷ്ടപ്പെടുകയും റോഡിൽ വട്ടം തിരിഞ്ഞ് നിൽക്കുകയുമായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് ബസ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് ബസിന് മുകളിലേക്ക് പതിച്ചു. അപകടത്തിൽ ബസ് ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റെങ്കിലും ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നല്ല മഴയായിരുന്നു ഇവിടെ വന്നപ്പോൾ. ഇവിടെ വന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഫ്രണ്ടിൽ കൊണ്ട് ചവിട്ടി. ഓട്ടോ ഇടിക്കാൻ വേണ്ടി ചവിട്ടിയപ്പം വണ്ടി വലിച്ച് നല്ല മഴയായിരുന്നു. വലിച്ച് ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് വണ്ടി വലിച്ചു മാറി. ഏത് റൂട്ടിൽ? എറണാകുളം കുമ്പളി. അപകടത്തെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ വൈദ്യുതി ബന്ധം തകരാറാവുകയും ചെയ്തു. റോഡിന് കുറുകിയായിരുന്നു ബസ് കിടന്നിരുന്നത്. അതിനാൽ ദേശീയപാതയിൽ ഏകദേശം 1.5 മണിക്കൂറോളം ഗതാഗത തടസ്സം നേരിട്ടു. വിവരം അറിഞ്ഞെത്തിയ KSEB ഉദ്യോഗസ്ഥരും ജീവനക്കാരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. 1.5 മണിക്കൂറിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സ്ഥിരം അപകട മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഇതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏകദേശം 2 ആഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് മറ്റൊരു KSRTC ബസ്സും നിയന്ത്രണം നഷ്ടപ്പെട്ട സമാന രീതിയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഈ ഭാഗത്ത് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ശാസ്ത്രീയമായ റോഡ് നവീകരണവും അടിയന്തരമായി നടപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.